എല്ലാവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LDC എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നോക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നിൻ്റെ ആൻസർ എ ആണ് വരുന്നത്. 1, 3. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എനിക്കു ശേഷം പ്രളയം. ഐക്യകേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഐക്യകേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മ. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. 3ൻ്റെ ആൻസർ ശരിയല്ലാത്തവ, തെറ്റായിട്ടുള്ളതായി ചോദിച്ചത് ഡി ആണ് വരുന്നത്. ആര്യസമാജം സ്ഥാപിച്ചു, ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചു, 1875 ബോംബെയിൽ ജനിച്ചു. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശരിയായവ തിരഞ്ഞെടുക്കുക. 4ൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. ശരിയായിട്ടുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. ബി 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 ഇച്ചിരി സൈസ് കുറയ്ക്കാം. ഓക്കെ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1, 2, 3 ആണ് വരുന്നത്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവർ ആരൊക്കെ? 5ൻ്റെ ആൻസർ എ ആണ് വരുന്നത്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. 6ാമത്തെ. ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? 6ൻ്റെ ആൻസർ എ ആണ്. ഇൻസാറ്റ് 3DS. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 7th വൺ ബി ആണ്. സ്റ്റീരിയോസ്കോപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. 8ാമത്തെ ആൻസർ എ ആണ്. കോണ്ടൂർ. ഡോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. 9th ആൻസർ ഡി, നീലഗിരി കുന്ന്. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. 10ൻ്റെ ആൻസർ സി, കൊൽക്കട്ടെ. പശ്ചിമഘട്ടത്തിലെ മലനില പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. 11ൻ്റെ ആൻസർ എ, ചിന്നാറെ. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. 12ൻ്റെ ആൻസർ ഡി, മനു ഭാക്കർ. മനു ഭാക്കർ എന്നാണ് വരേണ്ടത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തതേത്? 13ൻ്റെ ആൻസർ എ ആണ് വരുന്നത്. ബന്ധമില്ലാത്തത് 2 മാത്രമേ വരുന്നുള്ളൂ. എ, മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? 14ൻ്റെ ആൻസർ 2015 ജനുവരി 1 നിലവിൽ വന്നു നീതി ആയോഗ് അല്ലേ. ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ചുമതല. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്ത്? 15ൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. താഴെ പറഞ്ഞതിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതേത്? 16ൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്. വാണിജ്യ ബാങ്കുകൾ. 17ൻ്റെ ആൻസർ ആണ്. താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതല്ല? ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനായിരുന്നു. ശരിയാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ശരിയാണ്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഇത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 18ൻ്റെ ആൻസർ പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 18ൻ്റെ ആൻസർ എ ആണ്. 1ാം സ്ഥാനമാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടതാര്? 19ൻ്റെ ആൻസർ സി ആണ്. അരവിന്ദ് പനഗരിയ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? 20ൻ്റെ ആൻസർ ഡി, 312. 21. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങൾ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ പട്ടികയിലാണ്? 21ൻ്റെ ആൻസർ എ, 7ാമത്തെ പട്ടികയിൽ. 22ൻ്റെ ആൻസർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുക്കൾ താഴെ പറയുന്നതിൽ ഏതാണ്? 22ൻ്റെ ആൻസർ സി ആണ് വരുന്നത്. 3 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 23ൻ്റെ ആൻസർ ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുക്കൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? 23 ബി ആണ് വരുന്നത്. 1, 2, 3 ശരിയാണ്. ബി.
1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻഷ്യൽ കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയായിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളവയാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെ? 24th ആൻസർ D ആണ് വരുന്നത്. 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. 1993 രൂപീകൃതമായി 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാര്? 25th ആൻസർ A ശ്രീ നരേന്ദ്രമോദി. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാത കമ്മീഷൻ ചെയർമാൻ ആരാണ്? 26th C ശ്രീ കിഷോർ മക്വാന. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത? 27th B പത്മ രാമചന്ദ്രൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമവേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? 28th D കേരള ഗവൺമെൻറ്റിനാണ്. 29th ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ദീപനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞാൽ ഏത് കേസാണ്? ഷൈറ ബാനു കേസ്. 30 C. 31ന്റെ ആൻസർ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു. വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 32 സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? 32A കാതോർത്ത് പദ്ധതി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവർ ആരാണ്? 33 C ആണ് വരുന്നത്. P സതീദേവി. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 34ന്റെ ആൻസർ B ആണ് വരുന്നത്. തെറ്റായിട്ടുള്ളത് 3, 4 ആണ് തെറ്റായിട്ടുള്ളത്. മെഡുല ബ്ലങ്കേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ B. ഇനി അടുത്തത് ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയുടെ ശരിയായ ജോഡികൾ ഏതെല്ലാം? 35ന്റെ ആൻസർ C 1, 4 ആണ് ശരിയായിട്ടുള്ളത്. A നിശാന്തത, D റിക്കറ്റ്സ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏത്? ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു. 36ന്റെ ആൻസർ B 2 മാത്രമാണ് വരുന്നത്. വൈറസ്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? 37th D ആണ് വരുന്നത്. 4 മാത്രമേ വരത്തുള്ളൂ. ഉയർന്ന രക്തസമ്മർദ്ദം ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നത് ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? 38ന്റെ ആൻസർ A 1 മാത്രമാണ് വരുന്നത്. ബാക്ടീരിയ കാരണം വരുന്നത് എലിപ്പനി, ഡിഫ്തീരിയ. ഇനി അടുത്ത പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? 39ന്റെ ആൻസർ B നയനാമൃതം പദ്ധതി. 2 മാത്രം. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസിപിറ്റേഷൻ ഇൻഡെക്സ് SPI? 14ന്റെ ആൻസർ D വരൾച്ച. 2 മാത്രം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? 41 A IIT മദ്രാസ്. IIT ബോംബെ ആണ്. IIT ബോംബെ. 2 മാത്രമാണ് വരുന്നത്. IIT ബോംബെ. ഏതാ ആൻസറായിട്ട് വരുന്നത്? IIT ബോംബെ. ഓപ്ഷൻ A ആണ് വരുന്നത്. താഴെ പറഞ്ഞ പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് Pക്ക് 450 cm² വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് Qന് 300 cm³ വ്യാപ്തമുണ്ട്. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³ ആണ്. ഈ പാക്കറ്റുകൾ ജലത്തിലിട്ടാൽ 42ന്റെ ആൻസർ C ആണ് വരുന്നത്. P മുങ്ങുന്നു, Q പൊങ്ങിക്കിടക്കും. ഓപ്ഷൻ C. താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിശോധിക്കുക. 43ന്റെ ആൻസർ A ആണ് വരുന്നത്.
1ഉം 2ഉം ശരിയാണെന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ശബ്ദത്തിൻ്റെ ഘോഷം അതായത് ലൗഡ്നെസ് മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. അടുത്തത് ശബ്ദത്തിൻ്റെ തീവ്രത മനുഷ്യൻ്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ഇൻറ്റൻസിറ്റി ആശ്രയിക്കുന്നില്ല, ലൗഡ്നെസ് ആശ്രയിക്കുന്നു. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നവയിൽ ഏതാണ്? 44ൻ്റെ ആൻസർ ബി ആണ്, ഇൻഫ്രാസൗണ്ട്. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വർക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? 45ൻ്റെ ആൻസർ എ ആണ്, ഏപ്രിൽ മാസത്തിലെ കറുത്ത ഭാഗം. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ? 46ൻ്റെ ആൻസർ സി, പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം? 47th ബി ആണ്, ലിഥിയമാണ്. രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകമാണ് ലിഥിയം. 48ൻ്റെ ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിക് ആസിഡ് എന്ന രാസവസ്തുവിൽ നിന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിക് ആസിഡ് എന്ന രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിക് ആസിഡ് എന്ന രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിക് ആസിഡ് എന്ന രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്. അടുത്തത് 49. രക്തത്തിൻ്റെ pH അല്പം ക്ഷാരമുള്ളതാണ്, അതിൻ്റെ pH തിരിച്ചറിയുക. രക്തത്തിൻ്റെ pH എത്രയാണ്? 49. സി ആണ് വരുന്നത്, 7.4. താഴെ തന്നിരിക്കുന്നത് രാസമാറ്റം എന്തിൽ സംഭവിക്കുന്നു? ഏതിൽ സംഭവിക്കുന്നു? 50ൻ്റെ ആൻസർ ഡി ആണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? 51. സി ആണ് വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം. താഴെ തന്നിരിക്കുന്നത് നാടൻ കലാരൂപം അല്ലാത്തത്? 52 ബി, മുടിയേറ്റ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? സി ആണ്, അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? PC. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PC ഗോപാലൻ. നെക്സ്റ്റ് വൺ. തന്നതില്ല പരൻ ഉള്ളുകാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷയിത പൂർണ്ണമിങ്ങഹോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്? 55 കുമാരനാശാൻ നളിനി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം? 56 എ, 1998. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ ആരാണ്? 57 ഡി, പാർവതി ബറുവ. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി? 58 ബി, കെ രാധാകൃഷ്ണൻ. വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66 ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം? 59 ബി, ആശയവിനിമയ സേവനങ്ങളിലുള്ള അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. അടുത്തത് 60ൻ്റെ ആൻസർ ഇന്ത്യ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാ? ഡി ആണ് വരുന്നത്, NIC. ഇനി അടുത്തത് IoT എന്നത്? 61 സി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത്? IoT എന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാ? ഒറാക്കിൾ ഉണ്ട്, MXSS ഉണ്ട്, MySQL ഉണ്ട്, MS Excel ഉണ്ട്. ഏതാണ് വരുന്നത്? ഒറാക്കിളാണ് ഒറ്റപ്പെട്ടത്. 62ൻ്റെ ഇവർ തന്നിരിക്കുന്ന ആൻസർ MS Excel ആണ് തന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം DBMS ആണല്ലേ, അതുകൊണ്ട് MS Excel ആണ് വരുന്നത്. കറക്റ്റാണ്, MS Excel. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? 63 വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? 64 ദേശീയ പട്ടികജാതി കമ്മീഷൻ. 65 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ? ഏതാണ്? 65ൻ്റെ ആൻസർ സി ആണ്, എല്ലാം ഉണ്ട്. സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഇനി അടുത്തത് വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മൂല്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്?
കേന്ദ്ര മുഖ്യ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? 66ൻ്റെ ആൻസർ സി ആണ് വരുന്നത്, പ്രസിഡന്റ്. താഴെ പറയുന്നതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത്? 67ൻ്റെ ആൻസർ ഡി ആണ്. എല്ലാം വരുന്നുണ്ട്. ഇ കൊമേഴ്സ്, ഓൺലൈൻ പരാതി, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലുള്ള തർക്കപരിഹാരം. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 68 സി ആണ്. പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായത് ശരിയല്ലാത്തതാണ് നേരത്തെ ചോദിച്ചിരിക്കുന്നത്. അധ്യക്ഷന് എ ആണ്, ജസ്റ്റിസ് എസ് മണികുമാർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? 70 ബി, ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. 3.5 മീറ്റർ നീളമുള്ള കമ്പി 2ആയി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിൻ്റെ നീളം എത്ര? 71ൻ്റെ ആൻസർ ബി ആണ്, 50 സെൻറ്റിമീറ്റർ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? 72ൻ്റെ ആൻസർ എ ആണ്, 5000 രൂപയുടെ. അച്ചുവിൻ്റെ വീടിൻ്റെ ചുമര് തേക്കുന്നതിന് സിമെൻറ്റ് മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ച്. ഇതിനായി 45 ചാക്ക് സിമെൻറ്റ് വാങ്ങി. ഇത്ര ചാക്ക് മണൽ വാങ്ങണം? 73ൻ്റെ ആൻസർ ഡി ആണ്, 225. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമായി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്റർ ആയെങ്കിൽ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം? 74ൻ്റെ ആൻസർ ഡി ആണ്, 8. 840 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 1040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? 75ൻ്റെ ആൻസർ എ ആണ്, 6 മണിക്കൂർ. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങാകുമെങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 19. 76 എ. 2025 ഏപ്രിൽ മാസത്തിൽ ആദ്യ ദിവസം ബുധനാഴ്ച ആയാൽ അവസാനത്തെ ദിവസം ഡാഷ് ആയിരിക്കും. ഏത് ദിവസമായിരിക്കും? 77 സി, വ്യാഴാഴ്ച ആയിരിക്കും. അടുത്ത പദം കണ്ടെത്തുക. BEGJMORUWZCE. അത് തന്നെയാണ് തന്നിരിക്കുന്നത്, നോക്കട്ടെ. 78 ബി കറക്റ്റ്. എ എക്സിൻ്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും വൈ ഇസഡിൻ്റെ മകളും ആണെങ്കിൽ എയുടെ ആരാണ് ഇസഡ്? 79ൻ്റെ ആൻസർ സി ആണ്, അമ്മമ്മ. ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? ബി 65. നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം. Neither Mr. Gupta's sons nor his daughters dash to the gym regularly. 81 ഡി ആണ് വരുന്നത്, goes. If she called me, I dash the party. I would attend. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, മാത്സിൻ്റെ ഉണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. ഡാഷ് ബോയ് ഹു talked to me yesterday turned out to be my old neighbor's son. 83ൻ്റെ ആൻസർ ഡി ആണ്, ദ. I would rather have tea to coffee. 84ൻ്റെ ആൻസർ എ ആണ്, ടീ ദാൻ എന്നാണ് ഇവർ തന്നിരിക്കുന്നത്. ഇവർ തന്നിരിക്കുന്ന ആൻസർ ദാൻ ആണ്, ചിലപ്പോൾ മാറ്റി തരുമായിരിക്കും. ഇവർ തന്നിരിക്കുന്നത് ദാൻ ആണ്. ഐ ആം ഓൾഡർ ദാൻ യു. 85ൻ്റെ ആൻസർ ഡി ആണ് ഇവർ തന്നിരിക്കുന്നത്, ആറുണ്ടായി. ലിറ്റിൽ ആൻഡ് ഓൾവൈസ്. 86ൻ്റെ ആൻസർ എ ആണ്, ലുക്സ് അപ് ടു. ഡയാനാസ് ഷൂസ് വെർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹർ എൻറ്റയർ ഔട്ട്ഫിറ്റ്. 87ൻ്റെ ആൻസർ ബി, കോംപ്ലിമെൻറ്റ്. ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് വെരി ജനറസ്. നോട്ട് വെരി ജനറസ് എന്നാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് 88ൻ്റെ ആൻസർ സി ആണ്. 89. Substitute the underlined phrase with a suitable word from the following. Someone who doesn't believe in the existence of God. Atheist. 89th answer D ആണ്, atheist. Which of the following has the same meaning as complete, whole? Option C. നെക്സ്റ്റ് വൺ. ഈ 10 മലയാളം കൂടെ ഉണ്ട്. ശരിയായ വാക്യം ഏത്? യഥാസമയത്ത് എത്തിച്ചേർന്നു. യഥാസമയത്ത് എത്തിച്ചേർന്നു ഏതാണ്? 91ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചില്ല. ശരിയല്ലാത്ത പദം ഏത്? 92ൻ്റെ ആൻസർ ഡി ആണ്, ജാള്യത. മകൾ എന്ന അർത്ഥം വരുന്ന പദം ഏത്? തനയ അല്ലേ? അതെ. 94 രവം, നീരവം. അന്തശ്ചിദ്രം ഏത് ഓപ്ഷനാണ് വരുന്നത്? 95 ബി ആണ് വരുന്നത്, അന്തശ്ചിദ്രം. ഓപ്ഷൻ ബി.
ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ജിജ്ഞാസു. 96ൻ്റെ ആൻസർ ഡി ആണ്. 97 കിങ്കരൻ. ആരാ? 97ൻ്റെ ആൻസർ ബി ആണ്, കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? 98ൻ്റെ ആൻസർ എ, മിടുക്കർ. നിങ്ങൾക്ക് ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. മാർക്ക് ചെയ്ത PDF എല്ലാം കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ കൊടുത്തേക്കാവേ. വാങ്മയം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വാക് പ്ലസ് മയം. നിസ്സഹായരെ ഉപദ്രവിക്കരുത്. അതിൻ്റെ ഏതാ വരുന്നത്? കുരുടന്മാരോടരുത്. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുരുടന്മാരോടരുത്. നിസ്സഹായരെ ഉപദ്രവിക്കരുത്, കുരുടന്മാരോടരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.